ഒതായിലൊന്നും ഇങ്ങനെ വെള്ളക്കുപ്പായം തൊപ്പിയിട്ട മൗലവിമാരെ കണ്ടെന്നു വരില്ല. സുന്നികൾ ഒരുപാടുള്ള നാട്ടിലേക്ക് വേഷപ്രച്ഛന്നതയോടുകൂടി വരുന്ന മൗലവിമാരെയാണ്. അതൊന്ന് കാട്ടിത്തരാനാണ് സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ച്. ഇവരെ വഞ്ചനയും ഇവരുടെ കാപട്യവും കപടമുഖവും പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയാറില്ല. ഇദ്ദേഹം പറഞ്ഞതെന്താ? ഇദ്ദേഹം പറയുന്നത് റസൂലുള്ളാഹിന്റെ സ്വഹാബിമാർക്ക് ഏതാണോ പരിചയം അതാണ് സുന്നത്തിയമായിട്ട്. പ്രിയമുള്ളവരെ, കുട്ടശ്ശേരി മൗലവി പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്ര താളുകളിലൊക്കെ കാണപ്പെടുന്നത് പോലെ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് കേരളത്തിലേക്ക് ഇസ്ലാം കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നവർ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു അനുചരന്മാരുമാണ്. അവരിവിടെ 10ഓളം വരുന്ന പള്ളിയുണ്ടാക്കി. അതിനവർ ഖിബ്ല നിർണയിച്ചു, അതിനവർ നിസ്കാരം പഠിപ്പിച്ചു, ജമാഅത്ത് പഠിപ്പിച്ചു, ജുമുഅ പഠിപ്പിച്ചു. 921 വരെ കേരളത്തിൽ ഒതായി പള്ളിയിൽ എന്തേ ഖുതുബ അറബിയിലാകാൻ കാരണം? ഒതായിലെ പഴയകാലത്തെ മുസ്ലിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഖുർആനിലേക്ക് മടക്കാൻ തീരുമാനിച്ചില്ല. അവരെന്താ തീരുമാനിച്ചത്? ജീവിക്കുന്ന ഖുർആൻ, സഞ്ചരിക്കുന്ന ഖുർആൻ, സഞ്ചരിക്കുന്ന ഹദീസ്. അതാണല്ലോ റസൂലുള്ളാഹിന്റെ സ്വഹാബ. ആ സ്വഹാബികളെയാണല്ലോ ഖുർആനും സുന്നത്തുമായി റസൂലുള്ള ചൂണ്ടിക്കാണിച്ച് കൈമാറിയത്. അതുകൊണ്ട് പഴയകാലത്ത് ഒതായിലെ മുസ്ലിങ്ങൾ ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോൾ ആ പള്ളിയിൽ ഖുതുബ ഏതു ദിശയിലാകണമെന്ന ചർച്ച വന്നപ്പോൾ അവർ ഖുർആനിലേക്ക് മടങ്ങുന്നതിനു പകരം 73 വിഭാഗമായി ഭിന്നിക്കുന്ന സമൂഹത്തിൽ മാനാലഹിയാണ് സ്വർഗത്തിൽ, ഞാനും എന്റെ സ്വഹാബയും സഞ്ചരിച്ച വഴിയാ സ്വർഗം. അതുകൊണ്ട് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളിയിൽ അറബിയിലാണോലോ ഖുതുബ. മാലിക് ദീനാർ തങ്ങളുടെ പള്ളിയിൽ അറബിയിലാണോലോ ഖുതുബ. ആ 10 പള്ളിയിലും അറബിയിലാ ഖുതുബ. അതുകൊണ്ട് എടവണ്ണയിൽ 400 കൊല്ലം പഴക്കമുള്ള എടവണ്ണയിലെ പഴയകാല ജുമുഅത്ത് പള്ളിയിൽ അലവി മൗലവി കാലുകുത്തുന്നതിന്റെ മുമ്പ് അവിടെയുള്ള പൂർവിക മുസ്ലിങ്ങൾ അറബി ഭാഷയിൽ ഖുതുബയോതി. എന്താ തെളിവെന്നറിയാമോ? മാന അലൈഹി വാ സ്വഹാബി, എന്റെ സ്വഹാബയാകുന്ന മാലിക് ദീനാർ സഞ്ചരിക്കുന്ന ഖുർആനും ഹദീസുമായി കേരളത്തിലെത്തിയിട്ട് പള്ളിയുണ്ടാക്കിയിട്ട് ആ പള്ളിയിലൊന്നും ഈ പരിപാടിയില്ല. അതുകൊണ്ട് മാലിക് ദീനാർ തങ്ങളുടെ പള്ളിയിലെ ഖുതുബ അത് എടവണ്ണയിൽ നടക്കട്ടെ, അത് ഒതായിയിൽ നടക്കട്ടെ, കേരളത്തിൽ ആഗോളം നടക്കട്ടെ എന്നിലോ കേരളീയ മുസ്ലിങ്ങൾ തീരുമാനിച്ചു. നിങ്ങളൊരു പള്ളി പരിചയപ്പെടുക. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് മോസ്കോ ആയി ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി. ആ പള്ളിയിൽ 11-ാം വയസ്സു മുതൽ ബാങ്ക് കൊടുത്ത ഏകദേശം ഇന്ന് നിലവിലുള്ള മുജാഹിദിന്റെ നവോത്ഥാന പ്രവർത്തനത്തിനേക്കാളും ഒരുപക്ഷെ 2 വയസ്സ് കൂടുതലുള്ള ആ പള്ളിയിലെ മുഅദ്ദിൻ ആ പള്ളിയിലെ ആരാധന കർമ്മങ്ങൾ ഹ്രസ്വമായി വിവരിക്കുന്നു. ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദാണിത്. ഹിജ്റ 5-ാം വർഷം AD 629 നിർമ്മിച്ചതാണെന്ന് ചരിത്രം പറയുന്നു. പഴമയുടെ ചാരുതയും പാരമ്പര്യത്തിന്റെ പ്രാമാണികതയും ഈ മസ്ജിദ് നമ്മോട് വിളിച്ചോതുന്നു. പേരെന്താണ്? സെയ്ദ് മുഹമ്മദ്. എത്ര വർഷമായി പള്ളി സേവനം ചെയ്യുന്നു? ഞാൻ 72 വർഷം ഇവിടെ വാങ്ങ് കൊടുക്കണം. 11 വയസ്സ് മുതൽ ഞാൻ വാങ്ങ് കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പൊ 85-ാമത്തെ വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങയുടെ അനുഭവത്തിൽ നിന്നും ഈ പള്ളിയിൽ നടന്നു വരുന്ന ആചാരങ്ങളെ സംബന്ധിച്ചൊരു ചിത്രം ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് പറയണം. ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നും ഇവിടെ, അതായത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുന്നി നിയമപ്രകാരം സുന്നി ആണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം. ഇപ്പോഴും അറബി തന്നെയല്ലേ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, അറബിലാണ്. വളരെ കാലമായിട്ട് ദിവസവും ഇവിടെ അതാത് റാത്തീവുണ്ട്. മാസത്തിലൊരിക്കും മഹദ്യം റാത്തീവ് കഴിക്കും. പള്ളിനകത്ത് സഹാബത്തിന്റെ ഒരു ഖബറുണ്ട്. അവിടെ സിയാറത്തിന് വേണ്ടി കണ്ടമാനം ആളുകൾ വരും. അതിനുള്ള ആ പഴയ ആചാരത്തിന് യാതൊരു വ്യത്യാസം ഇതുവരെ വന്നിട്ടില്ല. സഹാബത്തൊക്കെ നിർമ്മിച്ചു എന്ന് പറയുന്ന ഈ പള്ളിയിൽ സ്ത്രീകൾ ജുമാക്കോ അല്ലെങ്കിൽ ജമാഅത്തിനോ മറ്റോ വന്നതായിട്ട് താങ്കൾക്ക്